സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഡിറ്റോ വടക്കൻ അക്കിക്കാവ്. പ്രഭാതത്തിൽ തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിനെ അടിസ്ഥാനമാക്കി അല്പസ്വല്പം പറയുവാൻ പ്രിയ ദൈവജനമേ ദൈവത്തെ ശരണപ്പെടുന്നു. സ്തോത്രം. പ്രാർത്ഥന ദാവീദിന് പറയാനുള്ളത്: എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി, യേശുവിലേക്ക് നോക്കിയ പ്രകാശിതരായി, ദൈവത്തിലേക്ക് നോക്കിയ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. സങ്കീർത്തനം 18:6. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ സന്നിധിയിലെത്തി. ഞാൻ പ്രതിസന്ധിയിൽ കരഞ്ഞു, എൻ്റെ അപേക്ഷ കേട്ടു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവം. യെശയ്യാ 59:1. എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ രക്ഷിക്കാതിരിക്കാൻ അവൻ്റെ കരം കുറുകിയിട്ടില്ല, അവൻ്റെ കാത് മൊന്നമായിട്ടില്ല. ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക. ലൂക്കോസ് 18:7-8. ദൈവമോ ദീർഘക്ഷമയുള്ള എന്നാൽ എങ്കിലും വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. മത്തായി 7:4. യാചിപ്പിൻ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ കരങ്ങളിൽ എത്തും. മർക്കോസ് 5. ഒരു സന്ധ്യയുടെ യാമത്തിൽ എഴുന്നേൽക്കാം, നാം അക്കരെ പോകാം. കടലിൻ്റെ നടുക്കെത്തിയ മനുഷ്യരെ സ്തോത്രം. കൊടുങ്കാറ്റ്, പടകിൽ യാത്ര ചെയ്യാൻ കടലിൽ എത്രയോ വർഷത്തെ മീൻ പിടിക്കുന്ന മുക്കുവന്മാർ ആ തിരയുടെ മുമ്പിൽ തളർന്നു. മർക്കോസ് 5. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? യേശുവിനോട് പറഞ്ഞു. ആ കൊടുങ്കാറ്റിൻ്റെ നിലവിളിക്ക് യേശു പടകിന് അമരത്തേക്ക് ഉറങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ആ കൊടുങ്കാറ്റിൻ്റെ ഉഗ്രോച്ചയ്ക്ക് യേശു ഉണർന്നില്ല. കാറ്റടിച്ച് വെള്ളം കയറി. അമരത്ത് ഉപ്പ് നിറയുന്ന യേശുവിൻ്റെ ശരീരത്തിൽ ഉപ്പ് വെള്ളം കയറി. ആ വെള്ളത്തിന് യേശുവിനെ എഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ തൻ്റെ ശിഷ്യന്മാരുടെ കരച്ചിലിന് മുമ്പിൽ യേശു ഉണർന്നു, എഴുന്നേറ്റു. തിരുമാലയ്ക്ക് അങ്ങനെ അവന് ഉണർത്താൻ കഴിഞ്ഞില്ല. പ്രാർത്ഥനയ്ക്ക് യേശു അവൻ എഴുന്നേറ്റു. എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. യേശു എന്ത് ചെയ്തു? യേശു പ്രാർത്ഥിച്ചു. യോശുവ പ്രാർത്ഥിച്ചു, സൂര്യൻ അസ്തമിക്കരുത്. ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ മേൽ സൂര്യനെ ചന്ദ്രനെ പിടിച്ചു നിർത്തി. സ്തോത്രം. ഭർത്തിമായുടെ കരത്തിന് മുമ്പിൽ ഭർത്തിമായി കരയുകയാണ്. ദാവീദ് കരഞ്ഞുണ്ടാകുകയാണ്. യേശു അവിടെ നിന്നു. യേശുവിനോടുള്ള പ്രാർത്ഥനയിൽ, യോശുവയുടെ പ്രാർത്ഥനയിൽ സൂര്യൻ അസ്തമിക്കാതെ നിന്നെങ്കിൽ സൂര്യനെ ശിക്ഷിച്ചവൻ അവിടെ നിന്നു. പ്രാർത്ഥനയുടെ കാര്യത്തിൽ നിന്റെ നിലവിളിയുടെ മുമ്പിൽ യേശു നിൽക്കും. ദൈവത്തിന് മുമ്പിൽ ശിരസ് വെച്ചവനെ ഈ ലോകത്തിന് മുമ്പ് മുട്ടുമടക്കുക ദൈവം അനുവദിക്കുകയില്ല. എക്സ്പെക്ടേഷൻ നഷ്ടപ്പെടുത്തരുത്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകരുത്. സ്തോത്രം. പത്രോസ് സുവിശേഷത്തെ കാരാഗ്രഹത്തിൽ അടച്ചു. കാരാഗ്രഹത്തിൽ യാക്കോബിനെ കൊന്നു. മണിക്കൂറുകൾക്കുള്ളിൽ പത്രോസിനെ കൊല്ലുവാൻ പോകുന്നു. സഭ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ശുശ്രൂഷന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും മറുപടി പ്രാർത്ഥനയിലാണ്. പത്രോസ് ജയിലിൽ, ദൈവത്തിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിൽ. സഭയുടെ പ്രാർത്ഥന. പത്രോസ് കാരാഗ്രഹത്തിൽ. എന്നാൽ കർത്താവിൻ്റെ ദൂതൻ പത്രോസിൻ്റെ അടുത്ത് കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നു. അപ്പോൾ പത്രോസിനെ ബന്ധിച്ച ശകലകളെല്ലാം പൊട്ടി. കാരാഗ്രഹത്തിൻ്റെ വാതിൽ താനെ തുറന്നു. അപ്പോസ്തലർ 12:11. പത്രോസിന്റെ കയ്യിൽ നിന്ന് യഹൂദന്മാർ പ്രതീക്ഷയിൽ നിന്ന്, ഹെരോദാസ് രാജാവിന്റെ കയ്യിൽ നിന്ന്, യഹൂദന്മാരുടെ പ്രതീക്ഷയിൽ നിന്ന് വിടുവിച്ചു പത്രോസിനെ. ശത്രുവിന്റെ പ്രതീക്ഷ പത്രോസിനെ കൊല്ലുക എന്നാണ്. പ്രാർത്ഥന എന്നാൽ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചിരുന്നൊരു കൂട്ടം സഭ ഉണ്ടായിരുന്നുകൊണ്ട് ശത്രുവിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും ദൈവം വിടുവിച്ചു. ജഡത്തിൽ ചിന്തിക്കുന്നതിനുണ്ട്. ചിന്തയാണ് പിശാച് മനുഷ്യരിൽ പ്രവർത്തിക്കുന്നത്. മനുഷ്യരുടെ തകർച്ച കാണും പ്രതീക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കുന്ന ദുഷ്ടൻ്റെ എല്ലാ പ്രാർത്ഥനയും ഉടയും, എല്ലാ പദ്ധതിയും ഉടയും. ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച നിങ്ങളെ നോക്കി, കുടുംബത്തെ നോക്കി പിശാചിൻ്റെ മന്ത്രവാദം പ്രതീക്ഷയല്ല. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് താങ്കളുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഇഷ്ടം സ്വർഗത്തിലെ പോലെ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ. നിനക്ക് ഇഷ്ടമില്ലാത്തവരുടെ ഇഷ്ടമല്ല, സ്വർഗത്തിൻ്റെ ഇഷ്ടം നിന്റെ ഇഷ്ടമല്ല, സ്വർഗത്തിൻ്റെ ഇഷ്ടം നടക്കുകയാണ്. പ്രതീക്ഷയോടെ നമുക്ക് പ്രാർത്ഥനയ്ക്ക്
സ്പിരിച്വൽ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യണം. യേശുവിൻ്റെ നാമത്തെ അപേക്ഷിക്കണം. ഒരു പ്രവാചകപ്പെടും പ്രത്യേക സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കണമെന്നില്ല. എന്നാൽ സോളമൻ്റെ ആലയത്തിൽ പ്രാർത്ഥിച്ചാൽ യേശു കാര്യം നടത്തി തരും. എന്നാൽ ഏകാന്തതയിൽ പ്രാർത്ഥിച്ചാൽ മറുപടി ലഭിക്കും. പ്രാർത്ഥിക്കുന്ന 1 Timotheus 2:5 മധ്യസ്ഥൻ ഒരുവൻ മാത്രം, ക്രിസ്തു മാത്രം. മറ്റുയർത്തത് യേശു മാത്രം. ജീവിച്ചിരിക്കുന്ന പുറത്തോളം മധ്യസ്ഥാണ്. എന്നാൽ മറ്റവരോട് പ്രാർത്ഥിക്കാൻ പ്രമാണമില്ല. മരിച്ചു ഉയർത്തുന്ന യേശു മാത്രം. യേശുവിനോട് മധ്യസ്ഥാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. 1 Timotheus 2:5 നീ പ്രാർത്ഥിക്കാൻ അറയിൽ കടന്ന് വാതിലടച്ച് ദൈവത്തിൻ്റെ പിതാവുമായി പ്രാർത്ഥിക്കണം. ദൈവം പ്രതിഫലം തരും, പരസ്യമായി മറുപടി തരും. അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ട്? വി ആർ അവോയ്ഡ് ഡിസ്റ്റർബൻസ്. ശല്യപ്പെടുത്തലുകൾ ഒഴിവാക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രൈവസി കിട്ടാൻ ഏകാന്തയിൽ പ്രാർത്ഥിക്കണം. ഇമ്പോർട്ടൻ്റ് കാര്യം, പ്രധാനപ്പെട്ട കാര്യം ആരുമായി ഓഫീസിൽ ഒരു പ്രൈവസി പ്ലേസും കണ്ടെത്തണോ? ഓഫീസിലാണെങ്കിൽ ഇതുപോലെ നമ്മൾ സംസാരിക്കുന്ന സർവശക്തനായ ദൈവത്തോടാണ്. ബോധ്യം വേണം. പോൾ യോഗിച്ചോ 2021 നിത്യതയിൽ ചേർക്കപ്പെട്ടു. 2010 ചർച്ചിൽ 8 ലക്ഷം വിശ്വാസികൾ ഉണ്ടായിരുന്നു. വലിയ മിനിസ്ട്രി, ഹോളി സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ഒരിക്കൽ കൊറിയയുടെ പ്രസിഡന്റ് പോൾ യോഗിച്ചിനെ കാണാൻ ഓഫീസിലെത്തി. ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. ഓഫീസിലില്ല. വീട്ടിലെത്തി. ഭാര്യ പറഞ്ഞു മുകളിലത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പോൾ യോഗിച്ചു. അദ്ദേഹം പ്രാർത്ഥനയോടെ കൊറിയൻ പ്രസിഡന്റ് അന്വേഷിക്കുന്നതിന് ഭാര്യ ചെന്ന് പറഞ്ഞു. കൊറിയൻ പ്രസിഡന്റ് പോൾ യോഗിച്ചുണ്ട്. പ്രസിഡന്റ് മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. യോഗിച്ചോ പറഞ്ഞു, ഞാൻ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച യഹോവയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സീരിയസ് കോൺവെർസേഷനിലാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രസിഡന്റുമായി സംസാരിക്കാൻ പറ്റുകയുള്ളൂ. നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഓർക്കണം. യേശു നമ്മുടെ സ്നേഹിതനാണ്. നമ്മളെല്ലാവരെക്കാളും കൂടുതൽ അറിയുന്നവനാണ്. അദ്ദേഹത്തിന് സർവ്വ സ്നേഹം, ആദരവ് കൊടുക്കണം. നിങ്ങളെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തെ വിശ്വാസത്തോട് കണ്ട് പ്രാർത്ഥിക്കണം. ഏറ്റവും വലിയ സംഭവം. മൊബൈൽ സൈലൻ്റാക്കിയിട്ട് അപേക്ഷയാണ് പ്രാർത്ഥനാ മുറി. മൊബൈൽ കൊണ്ടുപോകരുത്. സൈലൻറ്റിലിടുക. പ്രിന്റഡ് ബൈബിൾ ഉപയോഗിക്കുക. റിവൈവലിന്, ഉണർവിനെ കുറിച്ച് പറയാനുണ്ട്. മണിക്കൂറുകളുടെ പ്രാർത്ഥനയാണ്. നമ്മുടെ മോഡൽ പാസ്റ്റർമാരല്ല, മോഡൽ യേശുവാണ്. പ്രാർത്ഥന ശക്തമാകുന്നു. എബ്രായർ 12:1 യേശുവിനെ കുറിച്ച് ശ്രദ്ധിച്ചു നോക്കുക. വിശ്വാസ നായകൻ പൂർത്തി വരുന്നതായ യേശുവിനെ നോക്കുക. 14:22 ശിഷ്യന്മാർ പടകിൽ കയറി അക്കരയ്ക്ക് പോകുക നിർബന്ധിച്ചു. പുരുഷാരത്തെ പറഞ്ഞയച്ച് ഒറ്റയ്ക്ക് മലയിൽ പോയി. പടക് പലതായി ദൂരത്ത്. നാളായാമതി നടന്നു വന്ന് ശിഷ്യരുടെ അടുക്കൽ വന്ന് ഭൂതമെന്ന് ശിഷ്യർ പറഞ്ഞു. വിളിച്ച് യേശു പറഞ്ഞു, ധൈര്യപ്പെട്ട് പിന്നാലാകുകയും യേശു പ്രാർത്ഥിക്കുക. മലയിൽ പോയി പുരുഷാരത്തെയും ശിഷ്യന്മാരെയും മത്തായി 14:20 പറഞ്ഞു വിട്ടു. പ്രാർത്ഥിച്ചാൽ ഉറങ്ങുന്നവരെ പറഞ്ഞു വിട്ടു. ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഉറങ്ങും. പറഞ്ഞു വിട്ടു. പുരുഷാരം പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന വന്നതാ. കാര്യങ്ങൾ സാധിക്കാൻ എന്നാണ് പുരുഷാരം. അവരെ പറഞ്ഞു വിട്ടു. ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതിരിക്കും. മലയിൽ ഏകാഗ്രത കിട്ടും. കിടപ്പുമുറിയിൽ സാഹചര്യം ഉണ്ടാക്കണം. പിതാവിനോട് പുത്രനോട് വൈകുന്നേരം പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ലാംഗ്വേജ് ഇല്ല, ക്ലാസ്സൊന്നും വേണ്ട. താങ്കളുടെ അമ്മയുടെ അപ്പനോട് സംസാരിക്കാൻ കോഴ്സിന് വേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന അപ്പനോടാണ്. പൗലോസ് അപ്പോസ്തലൻ ഞാൻ ബുദ്ധി കൊണ്ട് ആത്മാവ് കൊണ്ട് പാടും. മരണ വീട്ടിൽ ഒരു സിസ്റ്റമുണ്ട്, വിവാഹ ശുശ്രൂഷയിൽ സിസ്റ്റമുണ്ട്. പ്രാർത്ഥനയ്ക്ക് മയക്കെടുത്ത വായിത്തോന്ന് പറഞ്ഞാൽ പോലെ പരിഹാസം ഉണ്ടാകും. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ പരിജ്ഞാനം ഒന്നും വേണ്ട. അപ്പനോട് നിലവിളിക്കാം, വചനമേറ്റ് വന്ന് പ്രാർത്ഥിക്കാം. ഏകനായ പുത്രപിതാവിനോട് സംസാരിക്കുന്നു. ശിഷ്യന്മാർ പണ്ടുദൂരത്ത്. അവിടുത്തെ ശിഷ്യന്മാർ പ്രതിസന്ധി തിരിച്ചറിയാൻ അവിടെ രക്ഷിക്കാൻ എനിക്ക് വന്നു. ദൈവത്തിന് മനസ്സല്ലി വഴി തോന്നി. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം കരുതുന്നു. സ്തോത്രം. ക്രിസ്തു എൻ്റെയും പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഭർത്താൻ മാറിയിരിക്കാൻ അറിയും കഴിയുകയില്ല. തീമായുടെ മകനെ പറ്റിയമായി ദാവീദുത്രാക്കാരനോന്ന് എന്താ നിലവിളിക്കുമ്പോൾ യേശു നിന്നു. അപ്പോൾ വ്യക്തിയോട് ചോദിച്ചു, ഞാൻ എനിക്ക് എന്ത് ചെയ്തു തരാൻ? എനിക്ക് കാഴ്ച ലഭിക്കുകയാണ്. ആ നിമിഷത്തിൽ തന്നെ യേശു കുട്ടനെ സൗഖ്യമാക്കി. കാഴ്ച പ്രാപിച്ചു കുട്ടനായ വ്യക്തിപരമായ വ്യക്തിമായി. പ്രകാരം യേശു അത്ഭുത മന്ത്രി വീരനാണ്.
ആ യേശുവിനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ സകല വിഷയത്തിന് പരിഹാരം. ചെകിടർ കേൾക്കുന്നു, ഊമ സംസാരിക്കുന്നു, മുടന്തർ നടക്കുന്നു, ഭൂതം കല്ലറി ഓടുന്നു. യേശുവിൻ്റെ മുമ്പ് യേശുവിനോട് പ്രാർത്ഥിച്ച് ഏത് വിഷയത്തിനും പരിഹാരം തരും. യേശു ശക്തനത്ര. 38 വർഷമായി വെച്ചതാ കൊൾക്കടയിൽ കിടക്കുന്ന രോഗി പക്ഷപാതരോട് യേശു പറഞ്ഞു, കിടക്കെടുത്ത് നേരം നടക്കാം. യേശുവിൻ്റെ വാക്കിന് മുമ്പ് 38 വർഷമായി രോഗിയെ കിടന്ന് വ്യക്തി കിടക്കെടുത്തുകൊണ്ട് നേരം നടന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിലും തൊട്ടാൽ സൗഖ്യം പ്രാപിക്കുക എന്നുള്ള വിശ്വാസത്താൽ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊങ്ങ് തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചു. ആ യേശു വിശ്വസിച്ച് മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ഡിറ്റോ വടക്കൻ അക്കിക്കാവ്. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ.